കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു നക്ഷത്രം പ്രധാനപ്പെട്ട അൽഫോൻസാമയുടെ ജന്മഗ്രഹമായ കൊടുമാളൂർ പള്ളിയിലുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കൊച്ചച്ഛനായ ഫാദർ നിതിൻ അമ്പലത്തിങ്കലിനോട് നമുക്ക് ഈ കാര്യം ചോദിക്കാം. കോട്ടയം ജില്ലയിലെ ഒരു വലിയൊരു നക്ഷത്രം, ഇത് എങ്ങനെയാണ് സാധ്യമായത്? ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഈ ഒരു നക്ഷത്രം സാധ്യമായതിൻ്റെ പിന്നിൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ വികാരിയച്ഛൻ്റെ പ്രത്യേകമായ പ്രോത്സാഹനവും സഹകരണവുമാണ്. വികാരിയച്ഛൻ്റെ ഒരു പ്രോത്സാഹനമാണ് ഇത്രത്തോളം വിജയകരമായിട്ടൊരു നക്ഷത്രം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കാണുക ഇങ്ങനെ തൂക്കാൻ സാധിച്ചത് തന്നെ. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന യുവജനങ്ങളാണ് ഇതിനു മുൻപിലും പിൻപിലുമായിട്ട് അവരുടെ രാവും പകലുമായിട്ട് അവരുടെ അധ്വാനം മുഴുവൻ ഇതിനുവേണ്ടി അവർ വിലമതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലം എന്നോണമാണ് ഇതുപോലെ ഈ മുത്തിയമ്മയുടെ മുറ്റത്ത് ഇത്തരത്തിൽ കാണുന്നവർക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് നോക്കുവാനും ഒന്നൊരു ഫോട്ടോ എടുക്കുവാനും തോന്നും വിധത്തിൽ മനോഹരമായിട്ട് ഇതിവിടെ സൃഷ്ടിക്കാൻ സാധിച്ചത്. അതിന് ഇവർ രാത്രിയോളം ഏകദേശം ഒരു മണിയോളമൊക്കെ ഒന്ന് വന്നിരുന്ന് അവരധ്വാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിന് പിന്നിലും മുന്നിലോട്ട് ഒരുപാട് പേര് സജഷനുകൾ നൽകിയവരുണ്ട്. അതുമാത്രമല്ലാതെ ഇതിന് വന്നിരുന്ന് പണിയെടുത്തവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൈക്കാരന്മാർ അവരൊരുപാട് ഇത് സഹകരിച്ചു. അതുമാത്രമല്ല അവരുടെ ഒരു നിരന്തരമായ ഒരുപാട് സജഷനുകൾ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി വിലമതിക്കാനാവാത്ത സജഷനുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഇടവക ജനങ്ങൾ ഒന്നാകെ ഞങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു 3-ാം കൊല്ലമാണ്. ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഞങ്ങൾ അതിൻ്റെ മേളിൽ ഒട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഇവരാണ് അതിന് മുൻപന്തിയിൽ നിന്നത്. ഞാൻ അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്ന് കോട്ടയം ജില്ലയിൽ തന്നെ ഇത്രയും 40 അടിയോളം ഈ ഒരു നക്ഷത്രത്തിനുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്നവരും കൈകാരന്മാരോടെ ചേർന്നാണ് ഈ പിള്ളേരുടെ അധ്വാനം. പണ്ടി മുളയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതൊരു മനോഹരമായിട്ട് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുത്താതെ തന്നെ അതേ അധ്വാനങ്ങൾ തന്നെയാണ് ഇതിനും ആവശ്യമായി വന്നിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു ഇത്. കാരണം നമുക്കറിയാം, ഒരു വർക്ക് ചെയ്യുമ്പോഴാണ്, ഒരു ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കൂട്ടായ്മ വളർത്താൻ സാധിക്കുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള വർക്കുകൾ ഇപ്പം ഞങ്ങൾ പുൽക്കൂടിൻ്റെ ഇതിൻ്റെ താഴെ തന്നെയാണ് ഞങ്ങൾ പുൽക്കൂട് ഒരുക്കുന്നത്. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ചെല്ലാം ഞങ്ങളുടെ ഒരു കൊച്ചച്ഛനുണ്ട്, ജോയലച്ഛൻ. അതുപോലെ തന്നെ ഒരു അലോഷ്യസ് അച്ഛനുണ്ട്. ഇവരുടെ നിരന്തരമായ പ്രോത്സാഹനവും സഹകരണവും വികാരിയച്ഛൻ്റെ സപ്പോർട്ടും ഉള്ളതിനാലാണ് ഞങ്ങൾ ഇത്ര മനോഹരമായിട്ട് ഇത്തരത്തിലൊരു നക്ഷത്രം ഇവിടെ ഞങ്ങൾക്ക് തൂക്കാൻ സാധിച്ചത്.